സ്വാഗതം ഫ്രണ്ട്സ്, നഴ്സസ് ഗൈഡ് മലയാളം എന്ന യൂട്യൂബ് ചാനലിന്റെ ഈ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിലെ നെർവസ് സിസ്റ്റം എന്ന ഭാഗത്തെ ഏകദേശം 30ഓളം ചോദ്യങ്ങൾ കഴിഞ്ഞ 2 വീഡിയോകളിലായി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് അതിന്റെ 3-ാം ഭാഗമാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുവാൻ മറക്കരുത്. അതിനോട് ചേർന്നുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തികച്ചും സൗജന്യമായി അതാത് സമയത്ത് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ടോപ്പിക്കിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, which part of brain is concerned with hearing, short-term memory and sense of smell? Option A, temporal lobe. Option B, parietal lobe. Option C, cerebellum. Option D, hypothalamus. Which part of brain is concerned with hearing, short-term memory and sense of smell? Right answer is option A, temporal lobe. Hearing, balance, olfactory, short-term memory എന്നിവയുടെ സെന്റർ സെറിബ്രത്തിന്റെ ടെമ്പറൽ ലോബിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, the thick collection of nerve fibers that connects the two hemispheres of the brain is called option A, corpus callosum. Option B, hypothalamus. Option C, pons. Option D, brainstem. The thick collection of nerve fibers that connects the two hemispheres of the brain is called. Right answer is option A, corpus callosum. രണ്ട് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കൂട്ടം നെർവ് ഫൈബേഴ്സ് ആണ് കോർപ്പസ് കലോസം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, which called gateway of pain according principle of pain sensation? Option A, spinal cord. Option B, brainstem. Option C, hypothalamus. Option D, cranial nerves. Which called gateway of pain according principle of pain sensation? Right answer is option A, spinal cord. ഗേറ്റ് കൺട്രോൾ തിയറി അനുസരിച്ച് ഇൻജുവേർഡ് സൈറ്റിൽ നിന്നും പെയിൻ സിഗ്നൽസ് നേരിട്ട് ബ്രെയിനിൽ എത്തുന്നില്ല. അത് സ്പൈനൽ കോഡിലുള്ള ചില ന്യൂറോളജിക്കൽ ഗേറ്റ്സ് കടന്നു വേണം ബ്രെയിനിൽ എത്തുവാൻ. ഈ ഗേറ്റ്സ് ആണ് പെയിൻ സിഗ്നൽസ് ബ്രെയിനിൽ എത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അടുത്ത ചോദ്യം, a lesion in the occipital lobe of cerebrum affects option A, vision. Option B, speech. Option C, hearing. Option D, personality. A lesion in the occipital lobe of cerebrum affects. Right answer is option A, vision. സെൻസറി പെർസെപ്ഷൻ ആണ് സെറിബ്രത്തിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. വിഷ്വൽ ഏരിയ ഓക്സിപിറ്റൽ ലോബിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓഡിറ്ററി ഏരിയ ടെമ്പറൽ ലോബിലും, ഓൾഫാക്ടറി ഏരിയ ടെമ്പറൽ ലോബിലും, ഗസ്റ്റേറ്ററി ഏരിയ പാരൈറ്റൽ ലോബിലും, സൊമാറ്റോസെൻസറി ഏരിയ പാരൈറ്റൽ ലോബിലും, മോട്ടോർ ഏരിയ ഫ്രണ്ടൽ ലോബിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ആയതിനാൽ ഏതെങ്കിലും ഒരു ലോബിൽ ലീഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ലോബിന്റെ ഫംഗ്ഷനെ അത് അഫക്റ്റ് ചെയ്യുന്നു. അടുത്ത ചോദ്യം, inability to speak or understand the spoken words is called as option A, insomnia. Option B, apraxia. Option C, agnosia. Option D, aphasia. Inability to speak or understand the spoken words is called as. Right answer is option D, aphasia. അഫേസിയ പ്രധാനമായ 2 തരത്തിലുണ്ട്. എക്സ്പ്രസീവ് അഫേസിയ, റിസെപ്റ്റീവ് അഫേസിയ എന്നിങ്ങനെ. എക്സ്പ്രസീവ് അഫേസിയ സെറിബ്രത്തിന്റെ ലെഫ്റ്റ് ഫ്രണ്ടൽ ലോബിൽ സ്ഥിതി ചെയ്യുന്ന ബ്രോക്കാസ് സ്പീച്ച് ഏരിയയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം സംസാരിക്കുവാൻ പറ്റാത്ത അവസ്ഥയാണ് എക്സ്പ്രസീവ് അഫേസിയ. അതേസമയം റിസെപ്റ്റീവ് അഫേസിയ എന്നാൽ
ടെമ്പറൽ ലോബിലെ വെർണിക്കസ് ഏരിയയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം മറ്റുള്ളവർ പറയുന്നതും എഴുതുന്നതുമായ വാക്കുകൾ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അടുത്ത ചോദ്യം, വിച്ച് ഡിവിഷൻ ഓഫ് ദ നെർവസ് സിസ്റ്റം initiate a response known as fight or flight? Option A, the parasympathetic nervous system. Option B, the sympathetic nervous system. Option C, the somatic nervous system. Option D, none of these. Which division of the nervous system initiate a response known as fight or flight? Right answer is option B, the sympathetic nervous system. ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ബോഡിയുടെ ജനറലൈസ്ഡ് റെസ്പോൺസിനെയാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിന്റെ സമയത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റം, ജനൈറ്റോ യൂറിനറി സിസ്റ്റം എന്നിവയുടെ ആക്ടിവിറ്റീസ് ഒഴികെ ബാക്കി മുഴുവൻ ബോഡി സിസ്റ്റം ആക്ടിവിറ്റീസും ഇൻക്രീസ് ചെയ്യുന്നു. അടുത്ത ചോദ്യം, the length of spinal cord in an adult male is option A 18 cm, option B 45 cm, option C 50 cm, option D 36 cm. The length of spinal cord in an adult male is, right answer is option B 45 cm. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമായ സ്പൈനൽ കോഡ് 100 ബില്യണോളം ന്യൂറോൺസ് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. 45 സെന്റിമീറ്ററോളം നീളമുള്ള സ്പൈനൽ കോഡ് വെർട്ടിബ്രൽ കനാലിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, while assessing a patient's cranial nerves, the nurse asks the patient to raise the eyebrows, smile and show the teeth to assess which cranial nerve? Option A vagus, option B facial, option C olfactory, option D optic. Right answer is option B facial. ആകെ 12 cranial nerves ആണ് ഉള്ളത്. Cranial nerve 1 olfactory, cranial nerve 2 optic, cranial nerve 3 oculomotor, cranial nerve 4 trochlear, cranial nerve 5 trigeminal, cranial nerve 6 abducens, cranial nerve 7 facial, cranial nerve 8 vestibulocochlear, cranial nerve 9 glossopharyngeal, cranial nerve 10 vagus, cranial nerve 11 spinal accessory, cranial nerve 12 hypoglossal. ഇതിൽ ഫേഷ്യൽ നെർവിനെ അസസ് ചെയ്യുന്നതിനാണ് പുരികം ഉയർത്തുന്നതിനും ചിരിക്കുവാനും പല്ലുകൾ കാണിക്കുവാനും പറയുന്നത്. അടുത്ത ചോദ്യം, taste sensation from the posterior 1/3 of tongue is conveyed by option A vagus nerve, option B glossopharyngeal nerve, option C facial nerve, option D hypoglossal nerve. Right answer is option B hypoglossal nerve. നാവിന്റെ പുറകുവശത്തെ 1/3 ഭാഗത്ത് സപ്ലൈ ചെയ്തിരിക്കുന്നത് ഗ്ലോസോഫാരിഞ്ചൽ നെർവ് ആണ്. അടുത്ത ചോദ്യം, the largest cranial nerve is option A optic, option B oculomotor, option C trochlear, option D trigeminal. Right answer is option D trigeminal. Trigeminal nerve ആണ് ലാർജസ്റ്റ് മിക്സ്ഡ് ക്രാനിയൽ നെർവ്. ഇതിന് 3 ബ്രാഞ്ചുകൾ ഉണ്ട്. ഒഫ്താൽമിക് ബ്രാഞ്ച്, മാക്സിലറി ബ്രാഞ്ച്, മാൻഡിബുലാർ ബ്രാഞ്ച് എന്നിങ്ങനെ. ഇതിൽ ഒഫ്താൽമിക് ബ്രാഞ്ച് ഒരു സെൻസറി നെർവ് ആണ്. ഇത് സപ്ലൈ ചെയ്യുന്നത് നേസൽ ക്യാവിറ്റിയിലെയും സൈനസസിലെയും മ്യൂക്കസ് മെംബ്രെയിൻസിനെയും കോർണിയ, കൺജങ്ക്റ്റീവ എന്നിവിടങ്ങളിലാണ്. അതേസമയം സെൻസറി നെർവായ മെഡുലറി ബ്രാഞ്ച് സപ്ലൈ ചെയ്യുന്നത് ഗംസ്, അപ്പർ ജോയിലെ പല്ലുകൾ,
മേൽചുണ്ട് എന്നിവയാണ്. മിക്സ്ഡ് നെർവായ മാൻഡിബുലാർ ബ്രാഞ്ചിന്റെ സെൻസറി നെർവ് സപ്ലൈ ചെയ്യുന്നത് ലോവർ ജോയിലെ പല്ലുകൾ, നാക്ക്, താഴത്തെ ചുണ്ട്, നാവ്, മോണ എന്നിവിടങ്ങളിലാണ്. അതേസമയം മിക്സ്ഡ് നെർവായ മാൻഡിബുലാർ ബ്രാഞ്ചിന്റെ മോട്ടോർ ഫൈബേഴ്സ് സപ്ലൈ ചെയ്യുന്നത് പ്രധാനമായും മസിൽസ് ഓഫ് മാസ്റ്റിക്കേഷനെയാണ്. അടുത്ത ചോദ്യം, the nerve which innervates the diaphragm is option A intercostal nerve, option B phrenic nerve, option C dorsal nerve, option D vagus nerve. Right answer is option B phrenic nerve. C3യുടെയും C5ന്റെയും ഇടയിൽ നിന്നാണ് ഫ്രെനിക് നെർവ് ഉത്ഭവിക്കുന്നത്. ഇത് ഡയഫ്രത്തിനെ സപ്ലൈ ചെയ്യുന്നു. അടുത്ത ചോദ്യം, കോസസ് ഓഫ് എർബ്സ് പാൽസി. ഓപ്ഷൻ എ C1 C2 ഇഞ്ചുറി, ഓപ്ഷൻ ബി T12 ഇഞ്ചുറി, ഓപ്ഷൻ സി C5 C6 ഇഞ്ചുറി, ഓപ്ഷൻ ഡി L1 L2 ഇഞ്ചുറി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി C5 C6 ഇഞ്ചുറി. കൈകളിലെ മസിൽസിനുണ്ടാകുന്ന പാരാലിസിസ് ആണ് എർബ്സ് പാൽസി എന്ന് പറയുന്നത്. ഇത് ആ ഭാഗത്തേക്കുള്ള നെർവ് സപ്ലൈ ആയ 5th and 6th ക്രാനിയൽ നെർവ്സിനുണ്ടാകുന്ന ഇഞ്ചുറി മൂലമാണ് സംഭവിക്കുന്നത്. അടുത്ത ചോദ്യം, which is the largest nerve in human body? Option A femoral nerve, option B sciatic nerve, option C pudendal nerve, option D thoracic nerve. Which is the largest nerve in human body? Right answer is option B sciatic nerve. Sciatic nerve ആണ് ബോഡിയിലെ ലാർജസ്റ്റ്, ലോങ്സ്റ്റ് ആൻഡ് തിക്കസ്റ്റ് nerve. ഇത് L4ന്റെയും S3യുടെയും ഇടയിലുള്ള സ്പൈനൽ സെഗ്മെന്റിൽ നിന്നും ഹിപ്പിലേക്കും കാലുകളിലേക്കും സപ്ലൈ ചെയ്തിരിക്കുന്നു. നെർവ്സിൽ അടങ്ങിയിരിക്കുന്ന ആക്സോണിന്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറിയ നെർവാണ് ട്രോക്ലിയർ. അതേസമയം നീളത്തിന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറുത് ഓൾഫാക്ടറി നെർവാണ്. അടുത്ത ചോദ്യം, what is the most important nursing action to include in the plan of care for the pediatric client with acute bacterial meningitis? Option A provide adequate stimulation, option B provide a very quiet environment, option C keep the room bright and cheerful, option D keep the room cool and well lit. What is the most important nursing action to include in the plan of care for the pediatric client with acute bacterial meningitis? Right answer is option B provide a very quiet environment. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ഡയഗ്നോസ് ചെയ്ത ഒരു കുട്ടിയെ ആദ്യം തന്നെ ഐസൊലേറ്റ് ചെയ്യുക. രണ്ടാമതായി ആന്റിബയോട്ടിക് തുടങ്ങുക. സപ്പോർട്ടീവ് തെറാപ്പിയിൽ വരുന്നതാണ് ബെഡ് റെസ്റ്റ്, നിശബ്ദമായതും മങ്ങിയ വെളിച്ചമുള്ളതും ശാന്തമായതുമായ ഒരു ഐസൊലേഷൻ റൂം എന്നിവ. അടുത്ത ചോദ്യം, കേർണിംഗ് സൈൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ എ മെനിഞ്ചൈറ്റിസ്, ഓപ്ഷൻ ബി സ്പൈനൽ കോഡ് ഇഞ്ചുറി, ഓപ്ഷൻ സി സെറിബ്രൽ അന്യൂറിസം, option D seizures. Kerning sign is associated with. Right answer is option A meningitis. മെനിഞ്ചൈറ്റിസിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് ന്യൂച്ചൽ റിജിഡിറ്റി അഥവാ നെക്ക് സ്റ്റിഫ്നെസ്, പോസിറ്റീവ് ബ്രുഡിൻസ്കി സൈൻ, പോസിറ്റീവ് കേർണിംഗ് സൈൻ എന്നിവ. ഈ കേർണിംഗ് സൈനും ബ്രുഡിൻസ്കി സൈനും എന്താണെന്ന് നോക്കാം. കേർണിംഗ് സൈൻ എന്താണ്? സുപ്പൈൻ പൊസിഷനിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ ഒരു കാൽമുട്ട് മടക്കി
അത് തുടയുമായി 90 ഡിഗ്രി ആംഗിളിൽ ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് മുട്ടിൽ അമർത്തിപ്പിടിച്ച് കാലുകൾ മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുക. അപ്പോൾ പേഷ്യന്റിന് വേദന ഉണ്ടാകുന്നുണ്ട് എങ്കിൽ കേർണിംഗ് സൈൻ പോസിറ്റീവ് ആയിരിക്കും. അതേസമയം ബ്രുഡിൻസ്കി സൈൻ എന്നാൽ സുപ്പൈൻ പൊസിഷനിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ കഴുത്തിൽ പിടിച്ച് തലഭാഗം മുകളിലേക്ക് ഉയർത്തുക. താടി നെഞ്ചിനോട് ചേർന്ന് വരുന്ന രീതിയിൽ ഉയർത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായി പേഷ്യന്റിന്റെ 2 കാലുകളും മുട്ടുകൾ മടക്കി മുകളിലോട്ട് ഉയർന്നു വരുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ ബ്രുഡിൻസ്കി സൈൻ പോസിറ്റീവ് ആണ് എന്ന് പറയാം. ഈ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കമന്റ് ബോക്സിൽ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.